ഹായ്, നമ്മുടെ ഗൂഗിൾ പേയിൽ ഒരു അടിപൊളി സെറ്റിംഗ്സ് ഉണ്ട്. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു പേയ്മെന്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ പെട്ടെന്ന് പറയുന്നതാണ് സർവർ ഡൗൺ എന്ന് പറയുന്നേക്കാം. നമുക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ സെറ്റിംഗ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യും. അധിക ട്രാൻസാക്ഷൻസ് നമുക്ക് ഒരു ഫെയിലർ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ ഗൂഗിൾ പേയിൽ നമ്മൾ എന്തെങ്കിലും ഒരു പേയ്മെന്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് അത് തടസ്സമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു അടിപൊളി ഒരു സെറ്റിംഗ്സ് ആണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്ന് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇന്റർഫേസിലേക്കാണ് വരിക. അവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല ഒരു UPI ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ലേ? ആ UPI ഓപ്ഷൻ ആക്ടിവേറ്റ് UPI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? UPI ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണുന്നില്ല ഏറ്റവും മുകളിൽ, ആ പ്രൊഫൈൽ ഐക്കണിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൂന്നാമതായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് UPI ലൈറ്റ് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ ആണിത്. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് മിനിമം ചാർജ് 50 പറയുന്നുണ്ട്. ഇവിടെ 100 രൂപ ചെയ്യാം, 500 ചെയ്യാം, 1000 ചെയ്യാം, 2000 രൂപ വരെ നമുക്ക് ഇതിൽ ചെയ്യാം. മാക്സിമം നമുക്കിത് 2000 രൂപ വരെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് 2000 ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ കണ്ടില്ല ഏത് ബാങ്ക് ആണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ആ ബാങ്കിൽ നിന്ന് നമുക്ക് ഈ വാലറ്റിലേക്ക് 2000 രൂപ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 500 ആണെങ്കിൽ 500 ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ബാങ്ക് ചേഞ്ച് ചെയ്യണമെങ്കിലോ ആ ചേഞ്ച് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്നാണോ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ പേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ഗൂഗിൾ പേ ലൈറ്റിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതും ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ സാധാരണ നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി നമ്മൾ ഒരു ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഗൂഗിൾ പേ ഒക്കെ സ്റ്റക്ക് ആവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, സർവർ ഡൗൺ ആവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ലൈറ്റ് വഴി ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ പേ പറയുന്നു തീരെ നമുക്ക് ഇതേപോലത്തെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. സാധാരണ ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെയാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റ ടൈമിന് നമുക്ക് ഒരു 500 രൂപ മാത്രമേ ഇതിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇത് ഉപയോഗിക്കുന്നത് സാധാരണ നമുക്ക് ചെറിയ ചെറിയ പേയ്മെന്റുകൾ തടസ്സമില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് കമന്റ് അറിയിക്കാൻ മറക്കരുത്.